നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. EN സുരേഷ് ബാബു വീണ്ടും ജില്ലാ സെക്രട്ടറി. 44-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പുതുമുഖങ്ങൾ. ജില്ലയെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ പാർട്ടി മുന്നിട്ടിറങ്ങുമെന്ന് EN സുരേഷ് ബാബു. കുടുംബക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിച്ചതിന് പിന്നാലെ യുവാവും മരിച്ചു. തൃത്താല ആലൂർ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് മാർഗരേഖ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്. മാർഗരേഖ സംസ്ഥാനങ്ങൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. കഥകളി അണിയറയിലെ കാരണവർ മാങ്ങോട് നമ്പ്യാരത്ത് കലാമണ്ഡലം അപ്പുണ്ണിത്തരകൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. വിട പറഞ്ഞത് പ്രഗത്ഭർ ഉൾപ്പെടെ കഥകളിയിലെ 8 തലമുറകളെ അണിയിച്ചൊരുക്കിയ കലാകാരൻ. സെറ്റ് ഓഫ് സംഘടനകൾ ബുധനാഴ്ച നടത്തിയ പണിമുടക്കിൽ പങ്കെടുത്ത 2 അധ്യാപകരെ സംഘടനയിൽ നിന്നും പുറത്താക്കി KST. കരിമ്പുഴ ഹെലൻ കല്ലർ അന്ധവിദ്യാലയത്തിലെ അധ്യാപകർക്കെതിരെയാണ് നടപടി. ഇവരെ KPSTയിലേക്ക് സ്വീകരിച്ച നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം 27 മുതൽ. സമരം നേരിടാനുള്ള സർക്കാർ നീക്കം ചെറുക്കുമെന്നും നേതാക്കൾ. വിശദമായ വാർത്തകൾ നോക്കാം. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പാലക്കാട് ജില്ലാ സമ്മേളനം പൂർത്തിയായി. ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിനെ വീണ്ടും സമ്മേളനം തെരഞ്ഞെടുത്തു. 44-അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഇതിൽ 8 പേർ പുതുമുഖങ്ങളാണ്. T ഗോപാലകൃഷ്ണൻ, T കണ്ണൻ, C ഭവദാസ്, R ജയദേവൻ, KB സുഭാഷ്, N സരിത, TK അച്യുതൻ, CP പ്രമോദ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടിയ പുതുമുഖങ്ങൾ. 29 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലയെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കി മാറ്റുക എന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും വന്യമൃഗശല്യവും കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളിലും പരിഹാരം കാണാൻ ആവശ്യമായ ഇടപെടലുകൾ പാർട്ടി ഏറ്റെടുത്ത് നടത്തുമെന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. 3 ദിവസങ്ങളിലായി നടന്നിട്ടുള്ള പ്രതിനിധി സമ്മേളനത്തിൽ ഈ പാലക്കാട് ജില്ലയെ ബാധിക്കുന്ന ഓരോ മനുഷ്യനെയും ബാധിക്കുന്ന അവൻ്റെ ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിപൂർണമായും പരിഹരിക്കാനുള്ള ഇടപെടൽ എങ്ങനെ ഭാവിയിൽ നടത്തണം, എങ്ങനെ പരിഹരിക്കണം, ഭാവി പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ഏറ്റെടുക്കേണ്ട കടമ എന്താണ് എന്നതുകൂടി തീരുമാനിച്ചുകൊണ്ടാണ് പാർട്ടി ജില്ലാ സമ്മേളനം സമാപിച്ചിട്ടുള്ളത്. ജില്ലയിലെ വ്യാവസായിക രംഗത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഈ കാലയളവിൽ വ്യവസായ സൗഹൃദ നാടായി മാറി. അതിൻ്റെ പ്രയോജനം പാലക്കാട് ജില്ലയിൽ വലിയ തോതിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് വന്നു ചേർന്നിട്ടുണ്ട്. ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിക വലിയ വ്യവസായ വികസന സാധ്യതയാണ് പാലക്കാട് ജില്ലയ്ക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അതെല്ലാം നല്ലതുപോലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നാടിൻ്റെ പൊതുവായ വികസന മുന്നേറ്റത്തിനും വേണ്ടി സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ നിർവഹിക്കാനുണ്ട്. അത് പാർട്ടിക്ക് കൂടി അതിലിടപെടേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. കാർഷിക മേഖല നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നലെ ഇവിടെ വിശദീകരിച്ചതാണ്. ആ പ്രശ്നങ്ങൾ കൂടി പാർട്ടിയുടെ നേതൃത്വത്തിലും കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിലും വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കും. അതുപോലെ നാട്ടിലെ ജനങ്ങളെ ആകെ ആശങ്കപ്പെടുത്തുന്ന പല വിഷയങ്ങളും പൊതുവെ നിങ്ങളെപ്പോലുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നാം ഏറ്റെടുക്കേണ്ട കടമ എന്നുകൂടി സമ്മേളനം വിലയിരുത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ നാടിനെ ബാധിക്കുന്ന നാനാ വിഷയങ്ങൾ, ആ വിഷയങ്ങളെയെല്ലാം എങ്ങനെ ഭാവിയിൽ പാർട്ടിയും വർഗബഹുജന പ്രസ്ഥാനങ്ങളും അഡ്രസ് ചെയ്യണം എന്നുകൂടി തീരുമാനിച്ചുകൊണ്ടുകൂടിയാണ് പാർട്ടിയുടെ സമ്മേളനം, പ്രതിനിധി സമ്മേളനം അവസാനിച്ചത്.
വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് മാർഗരേഖ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്രം നൽകിയ മാർഗരേഖ സംസ്ഥാനങ്ങൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. All this type of species creating problem, we are suggesting the local, our DFOs and the PCCA that they will prepare their wildlife and their habitat management plan, and if they will some suggestion, we will work accordingly. Sir, what is the stand actually about this case? പാലപ്പുറം പടിഞ്ഞാറക്കര ആയുർവേദിക് റിസർച്ച് സെന്ററിൽ എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. ആയുർവേദത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ചികിത്സയ്ക്ക് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. I believe that Ayurveda is a lifestyle, and I am already in touch with Dr. P. Sethu Madhavan in Delhi also. So many students are practicing in Delhi AIMS also, and he is a very knowledgeable person. So I am coming here to taking his personal advice for Ayurveda and lifestyle, and I am very much impressed with him and his work and dedication about the Ayurveda. I feel that even the ancient wisdom and knowledge. കുടുംബക്ഷേത്രത്തിലെ ചടങ്ങിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത. പട്ടാമ്പി തൃത്താല ആലൂർ കോന്തത്ത് വീട്ടിൽ 37-കാരനായ ഷൈജു ആണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മരിച്ചത്. കാഞ്ഞിരക്കായ കഴിച്ചതിന് പിന്നാലെയാണ് യുവാവിൻ്റെ മരണം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തൃത്താല പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ കുളമുക്ക് ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിൻ്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ക്ഷേത്രാചാരമായ ആട്ട് നടത്തുകയായിരുന്നു. ഇതിൽ കോമരമായി ഷൈജുവും പങ്കെടുത്തിരുന്നു. പുലർച്ചെ ആട്ടിൻ്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നിരുന്നതായാണ് പറയുന്നത്. കോമരം തൊടുന്നതിൻ്റെ ഭാഗമായി വാളുപയോഗിച്ച് വെട്ടിയ പാടുകളും ഷൈജുവിൻ്റെ നെറ്റിയിൽ ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത്. ചടങ്ങിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂവെന്ന് തൃത്താല പോലീസ് അറിയിച്ചു. പ്രമുഖ കഥകളി അണിയറ കലാകാരൻ ചെർപ്പളശ്ശേരി മാങ്ങോട് നമ്പ്യാരത്ത് കലാമണ്ഡലം അപ്പുണ്ണിത്തരകൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രഗത്ഭർ ഉൾപ്പെടെ കഥകളിയിലെ 8 തലമുറകളെ അണിയിച്ചൊരുക്കിയ കലാകാരനായിരുന്നു അപ്പുണ്ണിത്തരകൻ. കഥകളി രംഗത്തെ പ്രതിഭകളായ ആചാര്യന്മാർ പോലും വണങ്ങുന്ന അണിയറയിലെ കാരണവരായിരുന്നു മാങ്ങോട് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മാങ്ങോട്ടെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 1928 ഓഗസ്റ്റ് 3 മാങ്ങോട് ഗ്രാമത്തിൽ കുഞ്ഞൻ തരകൻ്റെയും കുട്ടിപ്പെണ്ണമ്മയുടെയും മകനായാണ് ജനനം. 14-ാം വയസ്സിൽ ഒളപ്പമണ്ണമന കളിയോഗത്തിലെ അണിയറയിൽ വേഷക്കാർക്ക് ഉടുത്തുകെട്ടാൻ സഹായിച്ചു തുടങ്ങിയത് മുതൽ 8 പതിറ്റാണ്ടുകൾ നീണ്ട കലാജീവിതമാണ് അപ്പുണ്ണിത്തരകൻ്റേത്. കഥകളി എവിടെയാണെങ്കിലും കോപ്പ് പെട്ടിയിൽ ചുമന്നുകൊണ്ടുപോകുന്ന കാലം മുതൽ കളിയരങ്ങുകളിൽ നിറഞ്ഞാടിയ വേഷങ്ങൾക്ക് പിന്നിൽ അപ്പുണ്ണിത്തരകൻ്റെ കൈകളുണ്ട്. ആദ്യകാല കഥകളി ആചാര്യന്മാരായ ഗുരു കുഞ്ചുകുറുപ്പ്, കവളപ്പാറ നാരായണൻ നായർ, കോപ്പൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, ഗുരു ചാത്തുണ്ണി പണിക്കർ, ഗുരു കീഴ്പ്പടം കുമാരൻ നായർ, പിന്നീട് കലാമണ്ഡലം രാമൻകുട്ടി നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം ഗോപി തുടങ്ങിയ പ്രഗത്ഭരുൾപ്പെടെ 8 തലമുറകളെ അണിയിച്ചൊരുക്കി അപ്പുണ്ണിത്തരകൻ. കോട്ടയ്ക്കൽ PSV നാട്യസംഘം, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, കേരള കലാമണ്ഡലം, സദനം കഥകളി അക്കാദമി എന്നിവിടങ്ങളിലെയും പ്രധാന അണിയറക്കാരനായിരുന്നു. 10 വർഷം കേരള കലാമണ്ഡലത്തിൽ സ്ഥിരം ഗ്രീൻ റൂം ആർട്ടിസ്റ്റായി ജോലി ചെയ്യുകയും 1984 കേരള കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള മുകുന്ദരാജ അവാർഡ്, കലാമണ്ഡലം കൃഷ്ണൻ നായർ അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി ടാഗോർ ജയന്തി സ്പെഷ്യൽ അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. നിര്യാണ വാർത്തയറിഞ്ഞ് നിരവധി പേർ മാങ്ങോട്ടെ വസതിയിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ പരേതയായ പാറുക്കുട്ടിയമ്മ, മക്കൾ ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ശിവരാമൻ, മോഹനൻ. CPM അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നജീബ് കാന്തപുരം MLA നിയമസഭയിൽ. കൂത്താട്ടുകുളത്തെ LDF കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതും
UDF വനിതാ അംഗത്തെ പ്രലോഭനങ്ങളിലൂടെ വശത്താക്കി പെരിന്തൽമണ്ണ ഏലംകുളത്ത് CPM ഭരണം പിടിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് MLA നജീബ് കാന്തപുരം നിയമസഭയിൽ പറഞ്ഞത്. ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിൽ ശ്രദ്ധേയമായൊരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുക, ജയിക്കുക, എന്നിട്ട് വേറൊരു മുന്നണിക്ക് വേണ്ടി കൂറുമാറി അപ്പുറത്ത് പോവുക, ഇതൊരു ശരിയായ നിലപാടാണോ? അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. കൂത്താട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വാദം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ആദരവോട് ചോദിക്കുകയാണ്, ഇത് ഏലംകുളത്ത് ബാധകമാണോ എന്ന് അദ്ദേഹം പറയണം. കാരണം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇതേപോലെ സർ, ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചു, ഒരു മുന്നണിയുടെ ഭാഗമായി, എന്നാൽ 4 വർഷത്തെ പ്രലോഭനത്തിന് ശേഷം ഒരു വനിതാ അംഗത്തെ വലിയ തോതിലുള്ള പ്രലോഭനങ്ങൾ നടത്തി കൂറുമാറ്റുകയുണ്ടായി. ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം. അന്തസ്സുണ്ടെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞ് അവരപ്പുറത്ത് നിൽക്കാൻ തയ്യാറാവണം. ഞങ്ങൾ 4 വർഷം അവിടെ ഭരണം നടത്തിയത് ജനപിന്തുണയിലാണ്. മഹാനായ EMSൻ്റെ നാടാണ് സർ ഏലംകുളം. ഏലംകുളം പഞ്ചായത്ത് CPMന് ജനാധിപത്യത്തിൻ്റെ വഴിയിൽ പിടിക്കാൻ കഴിയാതെ പോയപ്പോൾ, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ വഴിയിൽ പിടിച്ചപ്പോൾ പിൻവാതിലൂടെ ഒരു മെമ്പറെ തട്ടിക്കൊണ്ടുപോയി അട്ടിമറിച്ച് അവർക്കെല്ലാം നാട്ടിൽ പാട്ടായ കാര്യം അവിടെ താമസിപ്പിച്ചു. നാട്ടിൽ പാട്ടായ കാര്യം അവർക്ക് വല്ലാതെ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുകൂടി അന്വേഷിക്കട്ടെ, പാർട്ടി അന്വേഷിച്ചാൽ മതി. ഞാൻ പറയുന്നത് ജന്മനാടായ പെരിന്തൽമണ്ണ ഏലംകുളത്ത് ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേറാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് UDF മുന്നണിയുടെ ഭാഗമായി വിജയിച്ച സ്വതന്ത്ര അംഗത്തെ അവരുടെ ഭാഗമാക്കിയാണ് CPM ഭരണം നടത്തുന്നതെന്നും MLA പറഞ്ഞു. CPMന്റെ അരുതായ്മയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതിനാണ് പതിറ്റാണ്ടുകൾ CPMന് വേണ്ടി പ്രവർത്തിച്ച കൂത്താട്ടുകുളത്തെ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്നും നജീബ് കാന്തപുരം MLA നിയമസഭയിൽ ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും കാന്തപുരവും CPMന് അനഭിമതരായിരിക്കുകയാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. കേരളത്തിലെ റേഷൻ ലൈസൻസികളോടും സെയിൽസ്മാൻമാരോടും സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് ആരോപിച്ചും നീതി നിഷേധിക്കുന്നുവെന്നും ആരോപിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 27 തുടങ്ങും. തുല്യജോലിക്ക് തുല്യവേതനം നൽകണമെന്നും സമരം നേരിടാനുള്ള സർക്കാർ നീക്കം ചെറുക്കുമെന്നും നേതാക്കൾ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റേഷൻ കട ലൈസൻസികൾക്ക് മിനിമം വേതനം 30,000 രൂപ നൽകുക, അർഹതയുള്ള സെയിൽസ്മാൻമാരെ ലൈസൻസികളായി സ്ഥിരപ്പെടുത്തുക, വേതന പാക്കേജിൽ ഉൾപ്പെടുത്തുക, ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിച്ച് മിനിമം പെൻഷൻ 5,000 രൂപ നൽകുക, DBT നടപ്പിലാക്കി പൊതുവിതരണം അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കേരളത്തിലെ റേഷൻ കട ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് പൊതുവിതരണ കോർപ്പറേഷൻ രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 2018 വേതന പാക്കേജിന് ശേഷം 7 വർഷങ്ങൾ പൂർത്തിയായെങ്കിലും കേരളത്തിലെ റേഷൻ വ്യാപാര മേഖലയിലെ വേതന പാക്കേജ് പരിഷ്കരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ബജറ്റിൽ വകയിരുത്തിയ തുച്ഛമായ കമ്മീഷൻ പോലും പ്രത്യേക അനുമതിയുടെ പേര് പറഞ്ഞ് മാറ്റിവെക്കുകയും കാലതാമസം വരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഞങ്ങളുടെ വേതനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് കേരളത്തിലെ മൊത്തം റേഷൻ വ്യാപാരികൾ പോവുകയാണ്. പോകാനുള്ള കാരണം, പോകണ്ടെന്നൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാൻ കാലം തീരുമാനിച്ചതാണ്. പോകാനുള്ള കാരണം കേരള സർക്കാരാണ്. 2018 ഞങ്ങൾക്ക് വേതനം പ്രഖ്യാപിച്ചത്. 45 കിൻഡൽ അരി വരെ വിൽക്കുന്ന ഒരു കാർഡുടമയ്ക്ക് കിട്ടുന്നത് 18,000 രൂപയാണ്. എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ പ്രിയപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത് 1 വർഷം കൊണ്ട് നിങ്ങളുടെ വേതനം ഞങ്ങൾ കൂട്ടിത്തരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 7 വർഷം പിന്നിട്ടിട്ടും ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിത നിലവാരം നമുക്കറിയാം. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, മറ്റെല്ലാ കാര്യങ്ങളും മറ്റുള്ള നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു കട നടത്തിക്കൊണ്ടുപോകാനോ ഞങ്ങളുടെ കുടുംബം നിവൃത്തിക്കോ കഴിയുന്നില്ല. കാരണം ഇവിടെ മഹാഭൂരിപക്ഷം കടകൾ 100 കിൻഡൽ താഴെ വിൽക്കുന്ന കടകളാണ്. 7,502 കടകൾ 100 കിൻഡലിന് താഴെ വിൽക്കുന്ന കടകളാണ് കേരളത്തിലുള്ളത്. 2018 വേതന പാക്കേജ് നടപ്പിലാക്കുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലേറെ ജീവിത ചെലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കടയുടമകൾക്കും വിൽപ്പന കണക്കാക്കാതെ പാക്കേജ് അനുവദിക്കണമെന്നും എസ്മ പോലുള്ള നിയമങ്ങൾ സമരത്തിനു നേരെ പ്രയോഗിക്കാമെങ്കിലും
ആവശ്യം അംഗീകരിക്കുന്നതുവരെ പിന്മാറില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. 19 രൂപ ഗോതമ്പിന് ഇങ്ങനെ വരുമ്പോൾ ഈ പൈസ തന്നിട്ട് ഈ സാധനം ഉപഭോക്താക്കൾ വാങ്ങുകയാണ്. ഇവിടെ അത് ആദ്യം നടപ്പിലാക്കുന്നത് ഇവിടെ ST മേഖലയിലാണ്. SC/ST ഇപ്പോഴത്തെ അവരെ അവസ്ഥ വെച്ച് നോക്കി ഈ റേഷൻ്റെ അരി കൊണ്ടാണ് ഇവിടെ പട്ടിയില്ലാതെ അവർ കഴിഞ്ഞു പോകുന്നത്. അതിനൊക്കെ തടയിടുന്ന അതിനൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൂടി പിന്നെ ഞങ്ങളെ റേഷൻകാരെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 18,000 രൂപ സാധാരണ ഒരു റേഷൻ കടക്കാരന് കിട്ടുന്നത്. അതിൽ കൂടുതൽ ഒരു 3000 കടകളോളം 6,000-7,000 റുപ്യാണ് നമുക്ക് കമ്മീഷൻ ഇനത്തിൽ നമുക്ക് കിട്ടുന്നത്. അതും 2 മാസമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ റേഷൻ കടക്കാരൻ ഇതിന്ന് വേണം നമ്മൾ ബാക്കി ചിലവുകൾ, ഈ കടയുടെ വാടക, സെയിൽസ്മാൻ്റെ, പിന്നെ നമ്മളെ ടൗൺ ഏരിയയിലൊക്കെ വലിയ എമൗണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടാണ് റൂം കിട്ടുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് റേഷൻ കടക്കാർക്ക് ഇത് എന്തെങ്കിലും കിട്ടുന്നത്. 8,000 മുതൽ 15,000 റുപ്യ വരെ വാങ്ങുന്ന കടക്കാരാണ് ഒരു 8,000 കടക്കാരോളം. ആകെ 14,200ഓളം കടക്കാരല്ലത്. അതിൽ കുറഞ്ഞ ആളുകളാണ് 22,000 അതിൻ്റെ മേലല്ലേ വാങ്ങിക്കുന്നത്. റേഷൻ വ്യാപാരി നേതാക്കളായ വി അജിത് കുമാർ, വി സുന്ദരൻ, ഹംസ പാലോട്, CH റഷീദ്, CJ രമേശ്, പ്രമോദ്, TK സാലിഹ്, T അബ്ദുൾ റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. അധ്യാപക സംഘടനകൾ നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് KSTAയിൽ നിന്നും ഒഴിവാക്കിയ കരിമ്പുഴ ഹെലൻ കെല്ലർ അന്ധവിദ്യാലയത്തിലെ അധ്യാപകരെ KPSTA സ്വീകരിച്ചു. സംഘടനയിലേക്ക് എത്തിയവരെ KPSTA മുൻ സംസ്ഥാന പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ P ഹരിഗോവിന്ദൻ മെമ്പർഷിപ്പും പതാകയും നൽകി സ്വീകരിച്ചു. 5 ദിവസം പണിയെടുത്താൽ നമുക്ക് 4 ദിവസം കൂലി കിട്ടണം. ഒരു സാധാരണ തൊഴിലാളി പോലും 5 ദിവസം പണിയെടുത്ത് 4 ദിവസം കൂലി കൊടുത്താൽ 5 ദിവസം കൂലി വാങ്ങിയിട്ടേ പോകുള്ളൂ. പക്ഷെ നമ്മൾ കുറേ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഒന്നും മിണ്ടാതെ 5 ദിവസം പണിയെടുത്ത് 4 ദിവസം കൂലി വാങ്ങി പോവാൻ. ചില ആളുകൾ ഇങ്ങനെ 4 ദിവസം കൂലി വാങ്ങി പോയിട്ടും നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായി വാഴ്ത്തുപാട്ട് പാടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ 2 യുവ തുർക്കികൾ അവർ നട്ടലിൻ്റെ സ്ഥാനത്ത് നട്ടൽ തന്നെയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ഈ സർക്കാരിനത് പ്രതികരിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചനിയന്മാരെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ബ്ലൈൻഡ് സ്കൂളിൽ ഇവിടെ ജോലി ചെയ്യുന്ന അവരുടെ അംഗപരിമിതിയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ നമ്മളെ കുറേ ആളുകൾ എന്തു ചെയ്താലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരായി ഷണ്ഡീകരിക്കപ്പെട്ട സർക്കാർ മേഖലയിലെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ ഈ വിവേകം അതിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. KPSTA ചെറുപ്പശ്ശേരി ഉപജില്ലാ കമ്മിറ്റി വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് ചെയ്തത്. ആ 2 കുട്ടികളെയും നമ്മൾ ഈ KPSTA എന്ന് പറഞ്ഞ അധ്യാപക ലോകത്തിൻ്റെ ആശയവും ആവേശവുമായ ഈ പഞ്ചാക്ഷര മന്ത്രത്തിലുള്ള ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾ ഇടതു സർക്കാർ ഒന്നൊന്നായി വെട്ടിക്കുറയ്ക്കുമ്പോൾ നീതി നിഷേധത്തിനെതിരെ സെറ്റോ സംഘടനകൾ ബുധനാഴ്ച നടത്തിയ ഏകദിന പണിമുടക്കിൽ പങ്കെടുത്ത കോട്ടപ്പുറത്തുള്ള ഹെലൻ കെല്ലർ സ്മാരക അന്ധവിദ്യാലയത്തിലെ അധ്യാപകരും ഇടതു സംഘടനയായ KSTA മെമ്പർമാരുമായിരുന്ന ക്ലിന്റ് മാത്യു, ജോസി ജോൺ എന്നിവരെയാണ് KSTAയിൽ നിന്നും പുറത്താക്കിയത്. എല്ലാ കാലത്തും കൊടിയുടെ നിറം നോക്കാതെ അധ്യാപക പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ഉറച്ച നിലപാടാണ് തങ്ങളെ KPSTAയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്ന് ഇവർ പറഞ്ഞു. പോരാട്ടത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലുമൊക്കെ കണ്ടിരുന്നതാണ്. പക്ഷേ സൗഹൃദത്തോടു കൂടിയിട്ടാണ് എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. ഞങ്ങൾ പുതിയ തലമുറയുടെ പെൻഷൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴും നമ്മൾ പലരും അവരോട് ആവശ്യപ്പെടുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കായിട്ട് ഇന്നലത്തെ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സമരത്തിൽ പങ്കെടുത്തപ്പോൾ നമ്മളെ ഒരുമാതിരി ഗോപൻ സ്വാമിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നലെ കണ്ടത്. ഗോപൻ സ്വാമിയാക്കി സമാധിയാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളത് KPSTA അത് വളരെ ശക്തമായി അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞങ്ങളെ അതിൻ്റെ സത്യത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഞങ്ങൾക്കത് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പോരാട്ട പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയാം. KPSTAയും പോരാട്ടത്തിലൂടെ വന്ന സംഘടനയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ തള്ളപ്പെട്ടവരെ കൊള്ളാൻ കാണിച്ച ഈ മനസ്സിനുള്ള നന്ദി ആദ്യം ഞങ്ങൾ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഒരറിയിപ്പും ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു തിട്ടൂരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ചേർത്തിട്ട് ഞങ്ങൾ കൊടുത്ത 10 രൂപ എന്താ പറയുക ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ തിരിച്ചിട്ട് തന്ന
ഒരു പ്രസ്ഥാനത്തിൽ ഇനി നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം പി.ജി. ദേവരാജ്, സംസ്ഥാന കൗൺസിലർ വി. മനോജ് കുമാർ, പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ. രാമദാസൻ, വി. ഉണ്ണികൃഷ്ണൻ, പി.വി. ശശിധരൻ, പി.ബി. ബിന്ദു, ചെർപ്പളശ്ശേരി ഉപജില്ലാ പ്രസിഡന്റ് സി. പുരുഷോത്തമൻ, സെക്രട്ടറി ഗിരീഷ് ലാൽ ഗുപ്ത, എ. അജിത് കുമാർ, പ്രധാനാധ്യാപിക നോബൽ മേരി ചാക്കോ, ലാലു, ബിനീഷ് രാജ്, പ്രവീൺ കെ.ആർ എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് തത്തേങ്കലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ പട്ടയങ്ങൾ തയ്യാറായി. പട്ടയങ്ങൾ 28-ന് അട്ടപ്പാടിയിൽ നടക്കുന്ന പട്ടയമേളയിൽ തത്തേങ്കലത്തുള്ളവർക്കും നൽകും. തത്തേങ്കലത്ത് 3 വർഷം മുൻപ് ഒരേക്കർ വീതം കൃഷിഭൂമിക്ക് പട്ടയം ലഭിച്ച 26 പേർക്കാണ് വീട് വയ്ക്കാൻ 8 സെന്റ് വീതം നൽകുന്നത്. ഒരേക്കർ ഭൂമിയുടെ പട്ടയം ലഭിച്ചിട്ടും തത്തേങ്കലത്തെ ആദിവാസി കുടുംബങ്ങൾ വാടക വീട്ടിൽ കഴിയുന്നത് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്ന് പട്ടയമേളയ്ക്കെത്തിയ മന്ത്രി കെ. രാജൻ ഇടപെട്ടാണ് ഇവർക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകാൻ തീരുമാനിച്ചത്. കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം തത്തേങ്കലത്തെത്തി സ്ഥലം നൽകാൻ തീരുമാനിച്ചു. തത്തേങ്കലം വനംവകുപ്പിന്റെ ക്യാമ്പ് ഓഫീസിന് സമീപത്താണ് ഇവർക്ക് നൽകാനുള്ള 4 ഏക്കർ ഭൂമി കണ്ടെത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട് വില്ലേജ് ഓഫീസർ രാജേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വീടിനുള്ള പ്ലോട്ടുകൾ അളന്നു തിരിച്ച് കല്ല് സ്ഥാപിച്ചിരുന്നു. 2021 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആദിവാസി വിഭാഗത്തിലെ 253 പേർക്കാണ് ഒരേക്കർ വീതം സ്ഥലത്തിന്റെ പട്ടയം നൽകിയിരുന്നത്. കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് പറഞ്ഞ് പട്ടയം ഉടമകൾ സ്ഥലം ഏറ്റെടുത്തിരുന്നില്ല. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് 2025-2026 വർഷത്തേക്കുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബജറ്റും വാർഷിക കർമ്മ പദ്ധതിക്കും അംഗീകാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിലായി 4,54,168 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പു സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കർമ്മ പദ്ധതിക്ക് അംഗീകാരം നൽകി. പ്രകൃതി വിഭവ പരിപാലന പ്രവൃത്തികൾക്ക് പുറമെ വ്യക്തിഗത ആസ്തികൾക്കും ദ്രവമാലിന്യ സംസ്കരണത്തിന് ഉതകുന്ന പ്രവൃത്തികൾക്കും കൂടുതൽ ഊന്നൽ നൽകിയാണ് കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ. കെ. മുസ്തഫ പറഞ്ഞു. തൊഴിൽ ദിനങ്ങളുടെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 4,54,168 തൊഴിൽ ദിനങ്ങൾ ഈ 8 പഞ്ചായത്തുകളിൽ കൂടി അടുത്ത സാമ്പത്തിക വർഷം സൃഷ്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്ക് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ ദിന സൃഷ്ടിപ്പിനും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള രംഗ സജ്ജീകരണത്തിനും അതുപോലെ കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതി എന്നുള്ള നിലക്കും കൂടിയുള്ള ഒരു ഇടപെടലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്തുകൾ മുഖേന ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ തരിശായി കിടക്കുന്ന നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനും കുടിവെള്ള സ്രോതസ്സുകൾ റീചാർജ് ചെയ്യുന്നതിനും പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഗ്രാമീണ മേഖലയെ സമുദ്ധരിക്കുക, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ ആളുകൾക്ക് വരുമാനം ഉറപ്പുവരുത്തുക, അവർക്ക് തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കുക, അവരെ എപ്പോഴും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണല്ലോ. അത് കൃത്യമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള മേഖലകൾ നിർണ്ണയിക്കണം. ഉദാഹരണം, ജലസേചന പദ്ധതികൾക്കായിട്ട് 5,15,91,019 രൂപ ജലസേചനത്തിന് വേണ്ടി മാത്രം, അതായത് തടയണകൾ നിർമ്മിക്കാൻ, മൺകയ്യാലകൾ, വരമ്പുകൾ ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി 8 പഞ്ചായത്തുകളിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കൂട്, ആട്ടിൻകൂട്, തൊഴുത്ത് എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി 35,17,100 രൂപ. ഇങ്ങനെയൊക്കെയാണ് ഓരോ പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ പണം മുടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് പഞ്ചായത്തുകളുടെ ആക്ഷൻ പ്ലാനായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള ലേബർ ബഡ്ജറ്റിനും വാർഷിക കർമ്മ പദ്ധതിക്കുമാണ് 2025-26 സാമ്പത്തിക വർഷം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. തൊഴിൽ ഇനത്തിൽ 1,37,69,000 രൂപയും സാധന സാമഗ്രി ഇനത്തിൽ 91,54,000 രൂപയും അടക്കം ആകെ 2,29,23,000 രൂപയ്ക്കുള്ള പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം നൽകിയത്. ഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഭൂവികസനം, കിണറുകൾ, കുളങ്ങൾ, മറ്റു ജലക്കൊയ്ത്ത് നിർമ്മിതികൾ എന്നിവ ഉൾപ്പെടെയുള്ള ജലസേചനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് 5,15,00,000
91,019 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കോഴിക്കോട്, ആട്ടിൻകൂട്, തൊഴുത്ത്, പുൽത്തൊട്ടി മുതലായവയ്ക്ക് 35,17,100 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമീണ റോഡുകൾ, സ്വയം സഹായ സംഘങ്ങളുടെ ഉപജീവന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വർക്ക് ഷെഡുകളുടെ നിർമ്മാണം, സ്രോതസ്സുകളുടെ പുനരുദ്ധാരണം തുടങ്ങിയ പ്രവൃത്തികൾക്കും തുക വകയിരുത്തിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ നടപ്പാക്കുന്ന ഗ്രാമ വെളിച്ചം പദ്ധതിയിൽ അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചു. ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ നിർവഹിച്ചു. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വികസനം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ പറഞ്ഞു. അത്തരം പ്രദേശങ്ങളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ പറ്റാവുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്തരത്തിലുള്ള മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കുക എന്നത്. കാരണം ഒരു പ്രദേശത്തെ എടുത്ത് അവിടെ 10-20 ലക്ഷം രൂപ ചെലവഴിച്ചാൽ ആ ഒരു പ്രദേശത്തുകാർക്ക് മാത്രമായിരിക്കും ഉപകാരം കിട്ടുക. എന്നാൽ ഇത്തരത്തിലുള്ള ലൈറ്റ് പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ ഒറ്റത്തവണ തന്നെ 10-15 പ്രദേശങ്ങളിലേക്ക് നമുക്ക് ഇത്തരം ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ഇന്ന് വളരെ അനിവാര്യമാണ്. മുമ്പൊക്കെ നമുക്ക് വെളിച്ചം ഒരു കിട്ടാക്കനിയായിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് വൈദ്യുതി ലൈനും കണക്ഷനും ഒക്കെ ധാരാളമാണ്. പക്ഷെ ഇങ്ങനെ പ്രതിസന്ധി കറണ്ട് ബില്ലടക്കാണ്. വൈദ്യുതി ബില്ലടക്കൽ എല്ലാവർക്കും വലിയൊരു പ്രയാസമാണ്. കാരണം ഭീമമായ തുക കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ വീടുകളിൽ രാത്രിയായാൽ പുറത്തെ വെളിച്ചം ഓണാക്കി കഴിഞ്ഞാൽ രാവിലെ പുലർച്ചെയാണ് അത് ഓഫ് ചെയ്യുക. കാരണം ഒരു വീട്ടിന് മുമ്പിൽ വെളിച്ചം ഉണ്ടാവുക എന്നുള്ളത് ആ വീടിന് വലിയ സുരക്ഷിതത്വം. കുമരംപുത്തൂർ പഞ്ചായത്ത് കോതറയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഇന്ദിരാ മടത്തുപുള്ളി, വടക്കേടംവാടിയിൽ TK ഷമീർ, മുണ്ടക്കോട്ടലിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹദ് അരിയൂർ, തെങ്കര പഞ്ചായത്ത് ആനമൂളിയിൽ TK സീനത്ത്, കുന്നത്തുകളത്ത് റഷീദ് കോൽപ്പാടം എന്നിവർ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം പുന്നാമ്പറമ്പ് പൂരം വെള്ളിയാഴ്ച കൊടിയേറും. ഇത്തവണ 26ലധികം ആനകൾ പൂരത്തിന് അണിനിരക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 31-നാണ് പൂരം ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി 8-ന് പൂരം കൊടിയേറും. വൈകുന്നേരം ആദരായണം, ഭജന, സോപാന സംഗീതം, തായമ്പക, നൃത്തം, ഉണർത്തുപാട്ടുകൾ എന്നിവയുമുണ്ടാകും. ആറാട്ട്, കളംപാട്ട്, തോൽപ്പാവക്കൂത്ത്, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ഉത്സവകാലത്ത് എല്ലാ ദിവസവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 31-നാണ് പ്രസിദ്ധമായ പൂരം. 8-ലധികം ഇണക്കാളകളും 26ലധികം ആനകളും പൂരത്തിന് അണിനിരക്കും. എല്ലാ ഹരിതചട്ടങ്ങളും പാലിച്ചാണ് വ്യാപാരം ഉൾപ്പെടെ പൂരത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതെന്നും പൂരത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. 2025 പൂരം മഹോത്സവം വളരെ ഭംഗിയായിട്ട് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ രീതിയിൽ ആകർഷമാക്കാൻ എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. കൊടിയേറ്റം മുതൽ എല്ലാ ദിവസങ്ങളും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. വൈകിട്ട് കലാപരിപാടികളുണ്ട്. എല്ലാ ദിവസങ്ങളും കലാപരിപാടികളുണ്ട്. വലിയാറാട്ട് ദിവസം വൈകിട്ട് ഗാനമേളയുണ്ട്. പിന്നെ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഹരിത നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കമ്മിറ്റി നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കൂടാതെ പ്രശസ്തിയാർജിച്ച 8 പരം ഇണക്കാളകളും 26 പരം ഗജവീരന്മാരുമാണ് എടുക്കുന്ന പൂരാണ്. വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും സഹകരണം കൂടി ആവശ്യമാണ്. 25-ന് രാത്രി 8-ന് നൃത്തം, ഭരതനാട്യം, തിരുവാതിരക്കളി, 26-ന് രാത്രി 7-ന് കലാമണ്ഡലം ഹരിഹരനും സംഘവും അവതരിപ്പിക്കുന്ന മിഴാവിൽ പഞ്ചാരിമേളം, 27-ന് രാത്രി 7-ന് തിരുവാതിരക്കളി, നൃത്തം, 28-ന് രാത്രി 7-ന് ഭരതനാട്യം, തിരുവാതിരക്കളി, 29-ന് ചെറിയാറാട്ട് ദിവസം രാത്രി 7-ന് നൃത്തം, മോഹിനിയാട്ടം, 30-ന് വലിയാറാട്ട് ദിവസം രാത്രി 7-ന് പാല സൂപ്പർ ബാൻഡ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള, 11:50-ന് കാളവേലവരവ് എന്നിവ നടക്കും. 31-ന് പൂരം ദിവസം രാവിലെ 7-ന് ദേവി മഹാത്മി പാരായണം, 8:30-ന് ആറാട്ട്, പൂമൂടൽ, വൈകിട്ട് പാന, ബാൻഡ് മേളം എന്നിവ നടക്കും. 5 മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകളെത്തും. തുടർന്ന് പൂരപ്പറമ്പിൽ നിരക്കും. KC രൂപേഷിൻ്റെ ഭരതനാട്യമാണ് അന്നത്തെ വിശേഷാൽ പരിപാടി. വള്ളുവനാട്ടിലെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ക്ഷേത്രമാണ് പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഈ ജനുവരി മാസം 31-ാം തീയതിയാണ് പ്രധാനമായ വളരെ വിശിഷ്ടമായ പൂരം നടക്കുന്നത്. ആ പൂരത്തിൻ്റെ ഭാഗമായി ജനുവരി മാസം 24-ാം തീയതിയാണ് കൊടിയേറ്റം
നടത്തുന്നത്. ഈ കൊടിയേറ്റം നെടുമ്പള്ളി വാസവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ താന്ത്രിക രത്നം ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റം നിർവഹിക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ 31 തീയതി വരെയും ഭഗവതിക്ക് ആറാട്ടും പുഷ്പാലങ്കാരവും പൂമൂടലും ഒക്കെ വഴിപാടായിട്ട് നടക്കുന്നുണ്ട്. 26 തീയതി പുന്നാമ്പറമ്പ് ബ്രദേഴ്സിൻ്റെ വക ഒരു പഞ്ചാരിമേളം, മിഴാവിൽ പഞ്ചാരിമേളം 7 മണിക്ക് നടത്തുന്നുണ്ട്. 30 തീയതി വലിയാറാട്ട് ദിവസം ബാംഗ്ലൂർ ജ്യൂസിൻ്റെ വക ഗാനമേളയും നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 31 തീയതി പ്രാദേശികമായ 6 ദേശത്തു നിന്നുള്ള പ്രഗത്ഭരായ ആനകളുടെ ഒരു എഴുന്നള്ളിപ്പാണ്. ഈ ആനകളെല്ലാം 5 മണിക്ക് പുന്നാമ്പറമ്പ് ക്ഷേത്രത്തിൽ സംഗമിക്കും. അതിനുശേഷം 9 മണിയോടുകൂടി പൂരത്തിന് ആനകളുടെ പൂരത്തിന് അവസാനമുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി രവീന്ദ്രനാഥ്, സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ, ഖജാൻജി എ കുട്ടൻ എന്നിവർ പങ്കെടുത്തു. അലനല്ലൂർ 2 വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നതിന്റെ ഭാഗമായി 3 വർഷം മുമ്പ് പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങിയതാണ്. ഇതുവരെ കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടില്ല. നിർമ്മാണം നിലച്ചതോടെ ഉള്ള ശുചിമുറിയും ഇല്ലാത്തതിന്റെ ദുരിതത്തിലാണ് ജീവനക്കാർ. പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നംഗം കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ കെട്ടിടം പണിയുന്നതിനായി അന്ന് നിലവിലുണ്ടായിരുന്ന ശുചിമുറി പൊളിച്ചു മാറ്റി. പുതിയ കെട്ടിടത്തിന്റെ 80% വർക്കുകളും പൂർത്തീകരിച്ചിട്ട് 1.5 വർഷത്തോളമായി. തുടർന്നുള്ള പണികൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിലച്ചതാണ് ജീവനക്കാരെയും ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കും വിനയായത്. അന്നു മുതൽ ജീവനക്കാരും പൊതുജനങ്ങളും തൊട്ടടുത്തുള്ള വീടുകളിലെ ശുചിമുറിയെയാണ് ആശ്രയിക്കുന്നത്. ഈ ഓഫീസ് കെട്ടിടത്തോടൊപ്പം പണി തുടങ്ങിയ അലനല്ലൂർ 1, 3 വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ 1.5 വർഷം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ഈ കെട്ടിടത്തിന്റെ പണികൾ മാത്രം ഇപ്പോഴും നിലച്ചു കിടക്കുകയാണ്. ഇതിന്റെ പണി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അലനല്ലൂർ 2 വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി പേരാണ് ഈ പഞ്ചായത്തിൽ ഈ വില്ലേജിലേക്ക് വരുന്നത്. പ്രാഥമിക സൗകര്യത്തിന് ഒരു ടോയ്ലറ്റ് പോലും ഇന്നിവിടെ ഇല്ല. ഇത് പല പ്രാവശ്യം ഞങ്ങൾ ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഇതുവരെയും ഒരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇതിന് വേണ്ട നടപടികൾ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കടുത്ത ഒരു സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ട് വരും. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികൃതർ ഈ വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതും വേഗം നടത്താൻ വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലാ കായിക മഹോത്സവത്തിന്റെ പ്രചാരണത്തിന് സൈക്കിൾ റാലിയും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിലും മലപ്പുറത്തുമായാണ് ജില്ലാ കായിക മഹോത്സവം നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24, 25, 26 തീയതികളിലാണ് മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമായി ജില്ലാ കായിക മഹോത്സവം നടക്കുന്നത്. ജില്ലാ കായികോത്സവത്തിന്റെ പ്രചരണാർത്ഥം മലപ്പുറത്ത് സൈക്കിൾ റാലിയും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ ഗേറ്റ് പരിസരത്ത് നിന്നും കിഴക്കേ തല വരെ നീണ്ട സൈക്കിൾ പ്രചാരണ റാലി ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ, മലപ്പുറം സൈക്കിൾ കൂട്ടായ്മ മെമ്പർമാർ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. കോട്ടക്കുന്ന് കൂട്ടായ്മയുടെയും സ്പോർട്സ് കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടക്കുന്നിൽ ഷൂട്ടൌട്ട് മത്സരവും നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കുന്ന് കൂട്ടായ്മ പ്രസിഡന്റ് റൌഫ്, സെക്രട്ടറി റഷീദ്, സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം C സുരേഷ് എന്നിവർ പങ്കെടുത്തു.
നവീകരണം പൂർത്തിയായ മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് റോഡിൽ അപകടക്കെണിയായി അഴുക്കുചാൽ. അഴുക്കുചാലിന് സ്ലാബ് ഇല്ലാത്തതാണ് അപകടക്കെണി ആകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് സ്കൂട്ടറും കാറും ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അഴുക്കുചാലിന്റെ വശം വരെ റോഡ് വീതി കൂട്ടിയതോടെ റോഡിൽ നിന്ന് തെന്നി അഴുക്കുചാലിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ്. ഈ ഭാഗത്ത് അഴുക്കുചാൽ സ്ലാബ് നിരത്തി മൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് നവീകരിച്ചതോടെ വാഹനങ്ങളുടെ വേഗതയും വർദ്ധിച്ചു. ഇതും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട്. അവണക്കുന്ന് റോഡ് സന്ധിക്കുന്ന ഭാഗത്തും ഇത്തരത്തിൽ അപകടക്കെണിയുണ്ട്. കൊക്കയുടെ ആഴമുള്ള ചാലിലേക്ക് വീഴുന്നത് തടയാൻ ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി പറഞ്ഞു. ഞാൻ ഈ കുമരമ്പത്തൂർ പള്ളിക്കുന്നത്ത് ഓട്ടോ ഓടിക്കൽ തുടങ്ങിയിട്ട് 10-30 വർഷത്തോളമായി. പഴയകാല റോഡാണെന്ന് വെച്ചാൽ ഇത്ര അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലം മാറിയിട്ട് ഇപ്പോൾ പുതിയ റോഡുകളാണ്, റബ്ബറൈസ്ഡ് റോഡുകൾ. ഇപ്പോൾ ഇന്നലെ നമ്മുടെ പള്ളിക്കുന്ന് സെൻറ്ററിൽ താഴത്തൊരു ആക്സിഡൻറ്റ് നടന്നു. അതിപ്പോൾ അവിടെ നടന്നപ്പോൾ അതിൻ്റെ നേരെ ഇപ്പുറത്തെ വലിയ ചാലുകളാണ്, സ്ലാബ് ഇല്ലാത്ത കാരണം. ആ സ്ലാബ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ രക്ഷപ്പെടാമായിരുന്നു. കാരണം കാറിന് ഒന്നും കൂടി മേപ്പിട്ട് കയറ്റി നിർത്തായിരുന്നു. ഒരു പണിയും ചെയ്യാതെ സ്ലാബ് ഇടാതെ അവിടെ അതേപോലെ ഇട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അവണക്കുന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ആ ഭാഗത്തും അതുപോലെ തന്നെയാണ്. പെട്ടെന്ന് വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതേപോലെ ഇപ്പുറത്തും കൊക്ക പോലെയുള്ള ഒരു ചാലാണ്. ഇതിനൊക്കെ സ്ലാബ് ഇട്ട് നിരത്തി വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ റോഡ് കുറച്ചും കൂടി മെച്ചത്തിലായിരുന്നു. അപകടങ്ങൾ ഒരുപാട് ഒഴിവാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. EN സുരേഷ് ബാബു വീണ്ടും ജില്ലാ സെക്രട്ടറി. 44-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പുതുമുഖങ്ങൾ. ജില്ലയെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ പാർട്ടി മുന്നിട്ടിറങ്ങുമെന്ന് EN സുരേഷ് ബാബു. കുടുംബക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിച്ചതിന് പിന്നാലെ യുവാവും മരിച്ചു. തൃത്താല ആലൂർ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് മാർഗരേഖ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്. മാർഗരേഖ സംസ്ഥാനങ്ങൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. കഥകളി അണിയറയിലെ കാരണവർ മാങ്ങോട് നമ്പ്യാരത്ത് കലാമണ്ഡലം അപ്പുണ്ണിത്തരകൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. വിട പറഞ്ഞത് പ്രഗത്ഭർ ഉൾപ്പെടെ കഥകളിയിലെ 8 തലമുറകളെ അണിയിച്ചൊരുക്കിയ കലാകാരൻ. സെറ്റോസ് സംഘടനകൾ ബുധനാഴ്ച നടത്തിയ പണിമുടക്കിൽ പങ്കെടുത്ത 2 അധ്യാപകരെ സംഘടനയിൽ നിന്നും പുറത്താക്കി KSTU. കരിമ്പുഴ ഹെലൻ കല്ലർ അന്ധവിദ്യാലയത്തിലെ അധ്യാപകർക്കെതിരെയാണ് നടപടി. ഇവരെ KPSTയിലേക്ക് സ്വീകരിച്ച നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം 27 മുതൽ. സമരം നേരിടാനുള്ള സർക്കാർ നീക്കം ചെറുക്കുമെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.